നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്ന ഒരു ചെറിയൊരു കേസാണ്. സ്നാപ്പ് കേസ് എന്ന് പറഞ്ഞിട്ട് പോർട്ടോഡിക്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ചാർജിങ് കേബിളും കണക്ടറും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കേസാണ്. 60 വാട്ട്സ് ആണ് മാക്സിമം ഔട്ട്പുട്ട് പറയുന്നത്. ഈ 60 വാട്ട്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചാർജറില്ല, കേബിളും കണക്ടറുകളും മാത്രമാണ് ഉള്ളത്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് സൈഡിൽ നോക്കാം. 60 വാട്ട്സ് വരെ മാക്സിമം ഉള്ളൂ. ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ഉണ്ട്, 8 പിൻ ആൻഡ് മൈക്രോ പിൻ ഉണ്ട് എന്ന് പറയുന്നത് ലൈറ്റിംഗ് കേബിൾ ആപ്പിളിന്റെ. പിന്നെ ഹൈ സ്പീഡ് ഡേറ്റ സിംഗനൈസ് പറയുന്നുണ്ട്, സിം ഇജക്ടർ പിൻ, സിം ആൻഡ് SD കാർഡ് ഹോൾഡർ, ട്രാൻസ്പെറന്റ് ഡിസൈൻ. ഇത്രയാണ് ഇവിടെ പറയുന്നത്. സൈഡിൽ USB A, മൈക്രോ, ടൈപ്പ് സി, 8 പിൻ, സിം സ്ലോട്ട്, മെമ്മറി സ്ലോട്ട്, ഇത്രയും പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ ബാക്കിലൊക്കെ ആയിട്ട് വെറുതെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട ഒരു പോസ്റ്റ് നോക്കിയാൽ മതി. 859 രൂപയാണ് മാക്സിമം MRP പറയുന്നത്. ഇമ്പോർട്ടഡ് ആണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. 6 മാസം വാറണ്ടി പാക്കറ്റിൽ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ സൈഡിലൊന്നും പറയുന്നില്ല. അപ്പം നമുക്കിതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല രസമായിട്ട് ചെയ്തേക്കുന്നു. നല്ല വൈറ്റ് കളർ. ഇത് 2 കളറുണ്ട് കേട്ടോ, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. രണ്ടും സെയിം വില തന്നെയാണ്, 279 രൂപ. നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നായിരുന്നു. അതിൻ്റെ ഫോട്ടോണിക്സ് ബ്രാൻഡിംഗ് ഒക്കെ അവിടെ ഉണ്ട്, വെക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ലേണിയാർഡുണ്ട്. ഇത് ഇപ്പം നല്ല രസമുണ്ട്, പക്ഷേ കാലക്രമേണ അത്ര പൊട്ടി പോകുമോ എന്നൊരു സംശയമുണ്ട്. നല്ല നിലവാരം തോന്നുന്നുണ്ട് കാഴ്ചയിൽ. അപ്പം ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇടാം. ഇങ്ങനെ പയ്യെ വലിച്ചെടുക്കുക. ഇതിനകത്ത് നല്ല ലൈറ്റിനിൻ്റെ അഡാപ്റ്റർ, ടൈപ്പ് സി കേബിൾ, മൈക്രോ USB, പിന്നെ USB A എഴുതിയിട്ടുണ്ട്, നാനോ സിം, മൈക്രോ സിം, TF കാർഡ്. അപ്പോൾ മൈക്രോ SD കാർഡ് ചെയ്യാം. പിന്നെ ഇഞ്ചക്ടർ ടൂൾ ഉണ്ട്. ഇഞ്ചക്ടർ ടൂൾ എടുക്കാനായിട്ട് ഇനി വേറെ ടൂൾ വേണ്ടി വരുമില്ല. അപ്പോൾ ഓരോന്നിനായിട്ട് നമുക്ക് കളാം. ഇത് ടൈപ്പ് സി ആണ് ബാക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഈ ഇരിക്കുന്ന ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് നോർമലി USB ആയി യൂസ് ചെയ്യാം. ഇതില്ലാത്ത ടൈപ്പ് സി ടു സി വരാത്ത അതിൻ്റെ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ ഈ ഒരു സംഭവം അങ്ങോട്ട് ഘടിപ്പിച്ചാൽ മാത്രം മതി. ഒന്നത് രണ്ട് ആപ്പിളിൻ്റെ ലൈനിങ്ങിൻ്റെ. അപ്പോൾ അതും ഇതിനകത്തോട്ട് ഘടിപ്പിച്ചാൽ അതുമായി നമുക്കപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ ഇങ്ങനെയും ഘടിപ്പിച്ചിട്ട് ഇതിങ്ങനെയും ഘടിപ്പിച്ച് അത്തരം പവർ ബാങ്കുകളിലോ എവിടുന്നെങ്കിലും എടുക്കണമെങ്കിലും യൂസ് ചെയ്യാം. ഉണ്ടോ? ഇത് പോരാഞ്ഞിട്ട് വേറൊരാളുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്, പുള്ളിക്കാരൻ. അടുത്തായിട്ട് വരുന്നതാണ് തൻ്റെ ഇത്. അപ്പോൾ ഇതിങ്ങളെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, തിരിച്ചു കൊടുക്കാം, മറിച്ചു കൊടുക്കാം. ഏത് പോർട്ടിൽ എപ്പോഴും എങ്ങനെയും കൊടുക്കാം. നമുക്ക് പലതരം ഡിവൈസുകളുണ്ട്, പലതരം ആക്സസറീസ് ഉണ്ട്, പലതരം ഫോണുണ്ട്, അല്ലെങ്കിൽ പലതരം പവർ ബാങ്കുകളുണ്ട്. ഏതാണെന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാനായിട്ട് ഇവരെ മാറി എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് കേബിൾ കൊണ്ട് കിടക്കണ്ട. ഈ ഒറ്റ കേബിളും ഇത്രയും കണക്ടർ കൊണ്ട് കിടന്നാൽ ആ ഒരു പരിപാടി പറഞ്ഞു കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ മൈക്രോ SD കാർഡോ സിം കാർഡോ ട്രാവൽ ചെയ്യുന്നവരൊക്കെ സിം മാറി ഉപയോഗിക്കുന്ന ഒരു സിം വയ്ക്കണമെങ്കിലും എല്ലാം ഈ സംഭവം ഉപയോഗിക്കും. ഇത്രയും കാര്യം നിങ്ങളൊരു ടെക് എന്തൂസിയസ്റ്റ് ആണെങ്കിൽ ഇതെല്ലാം പ്രയോജനപ്പെടും. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് സി കേബിളാണ് ഉള്ളത്. സിം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സിം സ്വിച്ച് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് പോക്കറ്റ് സൈസ് ആണ്. ടൈപ്പ് സി കേബിൾ 60 വാട്ട്സ് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതാണ് 60 വാട്ട്സ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ആക്സസറി എന്തിനും ഉപയോഗിക്കാം. 450 MBPS ട്രാൻസ്ഫർ സ്പീഡ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇത് സംഭവം വളരെ സ്ലീക്കും ലൈറ്റ് വെയിറ്റും ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഡ്യൂറബിൾ ആണ്. പോർട്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം വളരെ ബെറ്ററായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കേബിളുകൾ 60 വാട്ട്സ് ഒക്കെ ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന കേബിളുകൾ സാധാരണ നമ്മൾ നോക്കിയാൽ അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്. ഇത് ഈ ഒരു കുഞ്ഞു കേബിൾ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ചുമ്മാ എന്തായാലും പറയത്തില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഇത്തരത്തെ അഡാപ്റ്ററുകൾ പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല കേബിളുകൾ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആയിരിക്കും അതറിയുന്നത്. ഇതിപ്പം 60 വാട്ട്സ് വരെയുള്ള എല്ലാ സംഭവവും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ ഡിവൈസ് അതിന് ഉപയോഗിക്കുന്ന ചാർജിങ് ബ്രിക്ക് സപ്പോർട്ട് ചെയ്താൽ ഇവൻ 60 വാട്ട്സ് വരെ സുഖമായിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാണെങ്കിൽ ഇവനെ എടുത്തുകൊണ്ട് ഒരു പോക്ക് പോയാൽ മതി. നീളമുള്ള കേബിൾ വേണ്ടടുത്ത് മാത്രമേ ഉള്ളൂ ഇവനൊന്ന് പമ്പുന്നത്. 36 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക. താങ്ക് യു.